ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വന്തമായിട്ടൊരു വരുമാനം വേണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വാല്യൂ ചെയ്യും, ഭർത്താവിന്റെ ബന്ധുക്കളും നാട്ടുകാരെല്ലാവരും വാല്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാനും പണം തരുമെന്ന് പറഞ്ഞാൽ പോലും സ്വന്തമായി പണം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ മോളെ, അത് വേറൊരു ലെവലാണ്. കാര്യം എന്താ അറിയാമോ, പൈസ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 99.99% പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് മണി. ശരിയല്ലേ? പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം, നമുക്ക് ആ ടെൻഷൻ വന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്റെ ലൈഫ് തന്നെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ആണ്. അതെങ്ങനെയാണ് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എനിക്കത് പറ്റും എന്ന് വിചാരിക്കുന്നോ സംഭവിക്കുന്നു, അതാണോ ശരിക്കും? അതായത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി. അബാക് ഡിബേറ്റിൽ ഇന്ന് വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഒരു മേഖലയിൽ അല്ലെങ്കിൽ കുറേയധികം മേഖലകളിൽ വിജയിച്ച ശോഭിച്ച ഒരു വ്യക്തിയാണ് സുജാർ മോഹൻ. നമസ്കാരം മാഡം. ബിസിനസ് കോച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറേയധികം സ്ത്രീകൾക്ക് ഇങ്ങനെ ആകണമെന്നൊരു ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരാൾ തന്നെയായിരിക്കാം. അപ്പോൾ സാമ്പത്തികപരമായി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. എങ്ങനെ സേവ് ചെയ്യാം, എത്രത്തോളം സേവ് ചെയ്യാം, എന്തൊക്കെ ചെയ്താലാണ് ഈ പറഞ്ഞ ഭദ്രതയിലേക്ക് എത്താൻ കഴിയുക. അത് ജോലി ഉള്ളവരാകാം, ജോലി ഇല്ലാത്തവരാകാം, ആരായാലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സ്വന്തമായിട്ടൊരു വരുമാനം വേണം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വാല്യൂ ചെയ്യും, ഭർത്താവിന്റെ ബന്ധുക്കളും നാട്ടുകാരെല്ലാവരും വാല്യൂ ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവണം. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാര്യം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ നോക്കിക്കാണുന്ന രീതിയിലല്ല നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് പൈസ വരുമ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഇല്ലാത്തവരാണ് ഒരു ജോലി കണ്ടെത്തുക. ഒരു ബിസിനസ് ഒന്നും ചെയ്യാത്തവരാണ് ഒരു ബിസിനസ് എന്തെങ്കിലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. അതെ, ഇപ്പൊ ഭർത്താവ് ഒരു ശതകോടീശ്വരനാണെന്ന് പറഞ്ഞാൽ പോലും, എന്ത് ചെയ്യാനും പണം തരുമെന്ന് പറഞ്ഞാൽ പോലും സ്വന്തമായി പണം ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പൈസ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ മോളെ, അത് വേറൊരു ലെവലാണ്. കാര്യം എന്താ അറിയാമോ, ഒരു കടയിൽ പോയി ഒരു സാധനം കണ്ടു, നമുക്കൊരു സാരി കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. അപ്പൊ നമുക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മൾ ആ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നമ്മുടെ കയ്യിൽ മോർ ദാൻ ഇനഫ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയാലും നമ്മുടെ ശരിക്കും പൈസ എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, പലരും പറയും പൈസ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 99.99% പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് മണി. ശരിയല്ലേ? പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം, ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം, നമുക്ക് ആ ടെൻഷൻ വന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആയിരിക്കും. പൈസ എല്ലാം, ഈ സന്തോഷം പണം കൊടുത്ത് വാങ്ങാനാകില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതായത് ഞാൻ ഈ രണ്ടവസ്ഥയിലും ജീവിച്ചിട്ടുണ്ട്. അനുഭവത്തിൽ നിന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ തരുന്ന വാല്യൂ കുറയും. ഇപ്പോൾ നമ്മളിലേക്ക് പൈസ വരുമ്പോൾ എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമുക്ക് ചിലർ പറയും പൈസ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ബന്ധങ്ങളാണ് വലുത്. ഈ ബന്ധങ്ങളിൽ പോലും എന്താണ് പൈസ കണ്ടിട്ടില്ലേ? നമ്മൾ നല്ല നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ നല്ല സമ്പന്നരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിത്, പാവപ്പെട്ടവരെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പൈസ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. പണം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതെ, ഇപ്പോൾ ഒരു സാലറി കിട്ടുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ചെലവാക്കേണ്ടത്, അങ്ങനെയൊക്കെ? അപ്പോൾ മിക്കവാറും പേരുടെ ഒരു പ്രശ്നം, പ്രത്യേകിച്ചും സ്ത്രീകൾ, സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ആ പൈസ ചെലവാക്കാതെ എന്താ പറയാ, ചിലർക്ക് അത് ചെലവാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കണ്ടിട്ടില്ലേ, അവര് കാണുന്ന സാധനങ്ങൾ മുഴുവൻ പിറക്കിയെടുക്കും. എന്നിട്ട് അവര് ബില്ലടിക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കും, ദൈവമേ ബില്ല് കുറച്ചേ സമയമാണ്. പിന്നെ ഭയങ്കര ചിലപ്പോൾ ഒരു 5000 രൂപയൊക്കെ ബില്ല് വരും. പിന്നെ മനസ്സിങ്ങനെ കുറ്റബോധം ജനിപ്പിച്ചുകൊണ്ടിരിക്കും. വല്ല കാര്യമുണ്ട്, ആകെ ഇത്ര ശമ്പളമേ ഉള്ളൂ ഈ മാസം, എന്തൊക്കെ കാര്യത്തിനെടുക്കേണ്ട. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ല. ആദ്യം നമ്മുടെ വരുമാനം, നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം എത്രയാണ്. പലരും വരുമാനത്തിനുള്ളിൽ നിന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കാറില്ല. അവര് ആ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവാക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസിലേക്ക് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വരവറിഞ്ഞ് ചെലവാക്കുക എന്ന് പറയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ചെലവ് കുറയ്ക്കണം എന്നല്ല, നമ്മൾ അതിനനുസരിച്ചുള്ള വരുമാന മാർഗങ്ങൾ കൂടുതൽ സമ്പാദിക്കാം. അപ്പൊ നമ്മൾ ലക്ഷറിയിൽ ജീവിക്കണം, എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിക്കണം,
എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നതിൽ നിന്നും നമ്മൾ അതിനെ സേവ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ചെലവാക്കുമ്പോൾ അറിഞ്ഞും കണ്ടും മാത്രം ചെലവാക്കുക. അതുപോലെ തന്നെ സേവിങ്സിലും പലർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവിങ്സ് ഒന്നുമില്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിലരൊക്കെ റിട്ടയർ ആയി കഴിയുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇത്രയും വർഷം സർവീസ് ചെയ്തു, എനിക്ക് അതിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് എടുക്കാനില്ല. ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ജോലി ഇത്രയും നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുന്നു, ഇത്രയും നാളും ജോലി ചെയ്തിട്ട് ഒന്നും നേടിയില്ലല്ലോ എന്നുള്ളത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് വരുന്ന വരുമാനത്തിൻ്റെ കൃത്യമായിട്ട് അതിനെ സേവ് ചെയ്തു വെച്ച് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മണി മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ സഹായം നമ്മൾ എടുക്കുക. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. അവരുടെ വരുമാനം എത്രയാണ്, അവരുടെ റിട്ടയർമെന്റ് പ്ലാൻ അനുസരിച്ച്, അവരുടെ കുട്ടികളുടെ വിവാഹം, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ടൊരു പ്ലാനിങ് തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ കോച്ചിന്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ പ്ലാനർ കൃത്യമായിട്ടും നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ടും ആ ഒരു കൺസൾട്ടന്റിന്റെ സഹായം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതെ, അപ്പോൾ നമ്മൾ സാലറി വരുമ്പോൾ അക്കൗണ്ടിൽ നിന്നൊരു 2000 രൂപ എടുത്തൊരു സേവിങ്സ് അക്കൗണ്ടിലോട്ട് ഇടുന്നതല്ല ഇൻവെസ്റ്റ്മെന്റ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. കാര്യം മോൾക്കുള്ള നീഡായിരിക്കില്ല വേറൊരാൾക്കുള്ള നീഡ്. അവനവൻ്റെ നീഡിനനുസരിച്ച് ചിലപ്പം ഒരു എന്താ പറയുക, ഒരു ലേഡിക്ക് അവരുടെ മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും നീഡിനനുസരിച്ച് വേണം, അവരുടെ ഫ്യൂച്ചർ പ്ലാനിനനുസരിച്ച് വേണം അവരുടെ സേവിങ്സ് കൈകാര്യം ചെയ്യാനായിട്ട്. അതെ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നാളേക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഇന്നാണ്. ഇപ്പോൾ ചുരൽമലയിൽ കെട്ടുകണക്കിന് പണം ഒഴുകി പോകുന്നത് നമ്മൾ കണ്ടില്ല. അപ്പോൾ നാളേക്ക് വേണ്ടി സേവ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല, ഇന്ന് ജീവിച്ചു തീർക്കുക എന്നുള്ളൊരു ആസ്പെക്ട്. അപ്പോൾ ഈ അന്നന്ന് കിട്ടുന്നത് അന്നന്ന് അടിച്ചു പൊട്ടിച്ച് തീർത്താൽ പെട്ടെന്നൊരു എമർജൻസി വരിക, കുഞ്ഞിനൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് തന്നെയല്ലേ. അതെ, അപ്പോൾ എന്തൊക്കെ തെറ്റുകളാണ് സാധാരണ ചെയ്യാറുള്ളത് ആൾക്കാർ? മെയിനായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, മലയാളികൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക, വലിയ വീട്, ഞാൻ ഭയങ്കര ലക്ഷറിയിലാണ് ജീവിക്കാനായിട്ട് കോടികൾ ചിലവാക്കി വലിയ വീട് വെക്കും. ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും സർവീസിൽ ഇരിക്കുന്നവരായിരിക്കും, അവര് 1 കോടി 1.5 കോടിയുടെ ഒക്കെ വലിയ വീട് വെക്കും. എന്നിട്ട് ഞാൻ കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ടൈറ്റ്. അവർക്ക് മുന്നോട്ട് പോകാനേ, രണ്ടുപേർക്കും സാലറി ഉണ്ട്, ഇത് വരുന്നു, ഒരു വലിയ എമൗണ്ട് അവരുടെ ആ ലോണിലേക്ക് അടഞ്ഞു തരും, പിന്നെ ടൈറ്റായിട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ജീവിക്കുക. അതിനോടൊപ്പം ഒരു കാറും കൂടെ എടുക്കും. ഇതെല്ലാം കൂടെ ആവുമ്പം ഞാൻ പറയുന്നത്, നമുക്ക് ജീവിക്കാനൊരു വീട് വേണം. നമ്മുടെ വരവിനനുസരിച്ച് കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ടൊന്ന് ആലോചിച്ചു നോക്കി, ഈ വലിയ വീട് വെച്ചിട്ട് ആ വീട്ടിൽ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പം മെയിനായിട്ടും നമ്മൾ പലരും മക്കളുടെ വിവാഹം നടത്തിയ മറ്റു കാര്യങ്ങളിലല്ല, മെയിനായിട്ട് ഞാൻ കാണുന്നത് ഈ വീട് വെച്ച് കടം വന്നത് ഒരുപാട് പേരെ ഞാൻ കാണുന്നു, അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം. അപ്പം എന്താ പറയുക, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ വീടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെ, ഇപ്പോൾ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ട് ഡു യു അഡ്വൈസ്? ഒരു ജീവിതകാലം മുഴുവൻ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതാണോ അതോ ഒരു വീട് വെച്ച് ലോൺ അടയ്ക്കുന്നതാണോ ഭേദം? അത് നമ്മുടെ ഒരു ഇമോഷണൽ നീഡിനനുസരിച്ചാണ്. ഇപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണ്, എനിക്ക് എൻ്റെതെന്ന് പറയുന്നൊരു വീടുള്ളതാണ് എനിക്ക് സന്തോഷം. പക്ഷേ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് പറയും നമ്മൾ റെന്റിന് താമസിക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ വൈസ് ഓക്കെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ആണല്ലോ. ഇപ്പൊ നമ്മൾ റെന്റിന് താമസിക്കുകയാണ്, ഇപ്പൊ ഞാൻ മോളുടെ വീട്ടിൽ താമസിക്കുകയാണ്, കുറച്ചാൾ കഴിയുമ്പം എനിക്ക് വീട് മാറി തരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം പറക്കി അടുത്തടുത്തേക്ക് പോവാം, ഇമോഷണൽ ബുദ്ധിമുട്ട്, പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഫിനാൻഷ്യലി നോക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കാം ഓക്കെ. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇമോഷണൽ നീഡിനനുസരിച്ച്. വീട് വെക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വീട് വെക്കണം. പക്ഷെ വീട്ടിൽ എത്ര പേർക്കുള്ള വീടാണ്, നമ്മുടെ വരുമാനവും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ വീട് വെക്കാൻ. അതും ഭാവിയിലേക്കല്ലേ ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ താമസിക്കേണ്ട വീട്, പിന്നെയും കുറെ വർഷങ്ങൾ ഉണ്ടാകേണ്ട വീട് എന്നുള്ളൊരു ഇമോഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഇമോഷന്റെ പുറത്ത് ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറം കടം വലിച്ചു വെച്ചിട്ട് അതായത് മനസ്സമാധാനം ഇല്ലാതെ ആ വീട്ടിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം. പലരും ചിലപ്പോൾ അത് വിറ്റ് പോകേണ്ടതായിട്ടൊക്കെ വരും, ഭയങ്കരമായിട്ട്. അതിനെക്കാട്ടി നമ്മളെ കൊണ്ട് കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലൊരു വീടൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊന്നും സന്തോഷമായിട്ട് ജീവിച്ചൂടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഹാർഡ് വർക്ക് ആയിക്കോട്ടെ, സ്മാർട്ട് വർക്ക് ആയിക്കോട്ടെ, ഇതിന് പുറമെ എല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ ലൈഫ് തന്നെ ഒരു വലിയ മാനിഫെസ്റ്റേഷൻ ആണ്. അതെങ്ങനെയാണ് നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എനിക്കിത് പറ്റും എന്ന് വിചാരിക്കുന്നോ സംഭവിക്കുന്നോ, അതാണോ? അതല്ല,
അതായത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ അതിന് വേണ്ടുന്ന പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. പലരും വിചാരിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവാൻ പറ്റും. പോസിറ്റീവ് തിങ്കിങ് അല്ല, നമ്മുടെ മൈൻഡ് പവർ എന്ന് പറയും. നമ്മുടെ മനസ്സിന് അനന്തമായ ശക്തിയുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ പെർഫെക്റ്റ് ഹെൽത്താണ്. കട്ടിലിൽ തളർന്നു കിടന്ന അവസ്ഥയിൽ ഇന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ. അതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. ഞാൻ എപ്പോഴും പറയും 100 മാർക്കാണ് എനിക്ക് റിലേഷൻഷിപ്പ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, വിരോധമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും ഒരു 7,000 രൂപ സാലറി ഉണ്ടായിരുന്ന സ്കൂൾ ടീച്ചറിൽ നിന്നും ഇന്നൊരു മൾട്ടി മില്യനെയർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാനിഫെസ്റ്റേഷൻ അല്ലാതെ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പം അതുകൊണ്ട് അനുഭവത്തിലൂടെയാണ് ഞാൻ ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഈ വനിതാ ദിനത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓരോ സ്ത്രീകളും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ത്രീകളും ഈ കണ്ണീരും കരച്ചിലും മതിയാക്കിയിട്ട് എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കാതെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേടാൻ പറ്റും കൃത്യമായിട്ട്. അതായത് ചിലപ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടില്ല. നമ്മളൊരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാം. അതെ, ഇപ്പൊ ഇത്രയും പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.